ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റിനുള്ളിൽ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പീസ് ഫസ്റ്റ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ബാക്ക് പീസ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചൊന്ന് മടക്കിയിടാം. അപ്പോൾ നമുക്ക് എത്രയാണോ ഹിപ്പ് റൗണ്ട് ഉള്ളത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടാം, വീണ്ടും 1.5 ഇഞ്ച് ലൂസ് കൂട്ടാം, പിന്നെയും ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മളിങ്ങനെ മടക്കിയിടുക. അപ്പോൾ ഞാനങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്ത് വേണ്ടത് 33 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ താഴെ ഒരു 3 ഇഞ്ച് കൂട്ടിയെടുക്കാം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മുകളിൽ ഇലാസ്റ്റിക് വെക്കുന്നുണ്ട്, 2 ഇഞ്ച് മുകളിലും കൂട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യുക. ഹിപ്പ് റൗണ്ട് ചെയ്ത് പിടിച്ചിട്ട് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ചേർക്കുക. 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസ് ചേർത്തിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ല നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട്, ആ ഒരു വരയും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു താഴത്തെ ലൈനിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ ക്രോച്ച് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്രോച്ച് ലെങ്ത്ത് ഞാനൊരു 12.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 15 ഇഞ്ചിൽ കൂടുതൽ എടുക്കണ്ട, ആ ഒരു ലെങ്ത്ത് കണക്കാക്കിയിട്ട് നമുക്ക് എടുക്കാം. ക്രോച്ച് ലെങ്ത്ത് ഹിപ്പ് റൗണ്ട് എത്രയാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ചേർത്തിട്ട് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടിയിരിക്കുന്ന അളവാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് സൈഡിലോട്ട് ഒരു 2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വണ്ണമുള്ള ആളാണെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് വരെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കുഴിച്ച് ഷേപ്പ് വരച്ചിട്ടില്ല, വെറുതെ ഒന്ന് വരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ എക്സ്ട്രാ ആയിട്ട്, ആ ഒരു ഭാഗത്തേക്ക് എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കാം. ആ ലെങ്ത്തിൻ്റെ ഹാഫ് എടുത്തിട്ട് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് നേരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം താഴെ കിട്ടിയ ആ പോയിന്റിൽ നിന്ന് 2 സൈഡിലേക്കും ഒരു 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കുക. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അതിനുശേഷം സൈഡിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. മടക്കി അടിക്കേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ സൈഡിൽ നിന്ന് ഷേപ്പായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം. അവിടെ ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് വേണം വരച്ചെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പീസിനായിട്ട് തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ
ഇട്ടിട്ട് നമ്മൾ മുകളിലേക്ക് വരെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ മാർക്ക് ചെയ്യുമ്പോൾ 1.5 ഇഞ്ചായാലും കുഴപ്പമില്ല. അതിനുശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് പീസിൻ്റെ മുകൾ ഭാഗം മാത്രം വീണ്ടും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി വരയ്ക്കുക. ആ ഒരു 2 ഇഞ്ച് ഫോൾഡ് ചെയ്ത ഭാഗത്ത് 2 ഇഞ്ച് കറക്റ്റായിട്ട് വരാം. സൈഡിലോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ അത് ആ ഒരു മൂലഭാഗത്തേക്ക് ആയിട്ട് വരച്ചെടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഭാഗം ഇറങ്ങിപ്പോവാറുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സൈഡ് ഭാഗം ജോയിൻ്റ് ആയിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അത് ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റായിട്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മെഷീനകത്ത് നൂലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പീസാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസ് രണ്ടും നല്ല വശങ്ങൾ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ക്രോച്ചിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ചിൽ മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് 2 പീസായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അത് നമ്മൾ ഒന്നാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ദേ ഇതുപോലത്തെ 2 പീസുകളായിരിക്കും. ആ ഒരു പീസിൻ്റെ ഇതാണ് ക്രോച്ചിൻ്റെ ഭാഗം വരുന്നത്. അവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ മുകളിൽ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ചീത്ത വശത്തിട്ടിട്ട് മാർക്ക് ചെയ്യുക, നല്ല വശത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണും. ഇനി നമുക്ക് 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ക്രോച്ചിൻ്റെ ഭാഗം 2ൻ്റെയും ഒരേ സൈഡിലായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ വരണം, നടുഭാഗത്തായിട്ട് വരണം കേട്ടോ. ഇതുപോലെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ക്രോച്ച് വന്ന പോയിൻ്റ് കറക്റ്റായിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടണം. അപ്പോൾ അത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്ര ഫിറ്റ് വേണം അതനുസരിച്ച് ടൈറ്റാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് എത്ര ടൈറ്റ് വേണം അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ കറക്റ്റായിട്ട്. ക്രോച്ചിൻ്റെ അവിടേക്ക് വരും തോറും ഒന്ന് കുറച്ച് വരണം കേട്ടോ. താഴെ ഭാഗം മാത്രമാണ് ഒരു 1/4 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കുക. പിന്നെ നമുക്ക് എത്ര വീതി വേണം അതനുസരിച്ച് നമ്മൾക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതനുസരിച്ച് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ. സൈഡ് നമുക്ക് ഇതുപോലെ അധികമായിട്ടായിരിക്കും കിട്ടിയിരിക്കുന്നത്. ഇത് നേരെ ഒരുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ 2 സൈഡും. ഇനി ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ ആദ്യം ഒന്ന് റൗണ്ട് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇലാസ്റ്റിക്കിൻ്റെ അളവ് കണ്ടിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കുക. അറ്റത്തോടെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ഹോള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് പാൻറ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ.
വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്